എല്ലാം അനുഗ്രഹത്തിന്റെയും അടിസ്ഥാനം, സമാധാനത്തിന്റെ അടിസ്ഥാനം, ഏറ്റവും വലിയ നിങ്ങളുടെ സമ്പത്ത് കുടുംബമാണ്. ആ കുടുംബത്തിൽ സമയം ചെലവഴിച്ചാൽ നിങ്ങൾ ഒരു തലമുറയല്ല, തലമുറകളുടെ എല്ലാം ശരിയായിട്ട് വിവാഹം കഴിക്കാനായിട്ടല്ല. അപ്പനും അമ്മയും പറയും ആ സമയത്ത് വിവാഹം, അവർ പറയുന്ന അനുസരിച്ച് കേട്ട് വിവാഹം കഴിച്ചാൽ നല്ലത്. മറ്റേത് എനിക്ക് കുറച്ചുകൂടെ സെറ്റിലാകാനുണ്ട്, അത് സെറ്റിലാകുന്നേ അല്ല. എനിക്ക് പിന്നെ വേറൊരു ദോഷം കൂടെ ഉണ്ട് കേട്ടോ, പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയ്ക്കായി ഈ പ്രത്യേക ദോഷം. ഒരാളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദർശനത്തിലോ സ്വപ്നത്തിലോ ആ ആളെ വരുത്തുള്ളൂ. അന്യഭാഷയിൽ പറയുമ്പോൾ അയാളുടെ പേരെ വരുത്തുള്ളൂ. അങ്ങനെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. എന്നിട്ട് പറയും ദൈവം പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ അത് ദൈവത്തിന്റെ പുറത്ത് ആർക്കും അപ്പീലില്ലല്ലോ. എനിക്കറിയാവുന്ന ഒരാള് അന്യഭാഷ പറയുമ്പം തന്റെ മനസ്സിൽ ഒരാളെ ആഗ്രഹം ഉണ്ടായിരുന്നു, ആ പേരാ വരുന്നത്. എന്നിട്ട് എന്നോടൊന്ന് പറയുന്നത് എന്നാണോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ എനിക്കറിയാം സുഖം എന്താണ്. ഞാൻ നേരത്തെ പറയാം, പിശാചിന്റെ അടവ് നുണ പറയുക, കുടുംബജീവിതത്തിലും ജീവിതത്തിലും എല്ലാം. അത് ആ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച് നിങ്ങൾ രക്ഷിക്കപ്പെടണം. ആ 3 പദങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ 3 പദം വിസ്ഡം, നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ എടുത്ത് വീണ്ടും പറയാം. ഞാൻ ഒത്തിരി വേറെ മറ്റു കഥകളും കേട്ടിട്ടുണ്ട്. അപ്പനും അമ്മയും വന്ന് കരയുന്നു, വിശ്വാസം കൂടിയിട്ട് ഇനി വിവാഹം കഴിക്കുന്നില്ലെന്ന് തീരുമാനിക്കുന്നവരും അങ്ങനെ പഠിപ്പിക്കുന്നവരും. ദൈവം വിവാഹത്തെ വിലക്കുന്നവനല്ല. മാത്രമല്ല വചനത്തിൽ പറയാണ് അന്ത്യകാലത്ത് ഇത് കൂടി വരും. എനിക്കറിയാവുന്ന ഒരു വീട്ടിലെ നല്ലൊരു പഠിക്കുന്ന മോള് വിശ്വാസം പറഞ്ഞ് ഒരു സഭയിൽ പോയി. ഇപ്പം കല്യാണം കഴിക്കണ്ട, ഇപ്പം മുറിയിൽ നിന്നിറങ്ങുന്നില്ല. വിശ്വാസം എന്ന് പറയുന്നത്, വീണ്ടും പറയാം, മതഭക്തിയല്ല, തീവ്ര മതഭക്തിയല്ല, പ്രാക്ടിക്കൽ ലൈഫാണ്. ഈ വചനം അടിസ്ഥാനത്തിൽ പ്രായോഗിക ജീവിതമാണ് വിശ്വാസം. ആ പ്രായോഗിക ജീവിതത്തിന്റെ അടിസ്ഥാനം, അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം, ഉയർച്ചയുടെ അടിസ്ഥാനം, എല്ലാ നന്മകളുടെ അടിസ്ഥാനം ഈ പറഞ്ഞ കാര്യമാണ്. 3 കാര്യങ്ങൾ. അത് ബിസിനസ് ആയിക്കോട്ടെ, ആത്മീയ കാര്യമായിക്കോട്ടെ, ഈ 3 വാക്കുകൾ വളരെ പ്രധാനമാണ്. വായിച്ചത് ജ്ഞാനം, വിവേകം, പരിജ്ഞാനം. ഈ 3 വാക്കുകളാണ് എഫീഷ്യർ 1:16 പ്രാർത്ഥനയിൽ നിന്നെക്കുറിച്ച് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവതരണം, പരിജ്ഞാനം ലഭിച്ച്, വിസ്ഡം, സ്പിരിറ്റ് ഓഫ് വിസ്ഡം, that I may know, knowledge and understand. ഈ 3 വാക്ക് ആ പ്രാർത്ഥനയിലുണ്ടെന്ന് വായിച്ചത് നന്നായിരിക്കും. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം ആത്മീയ മണ്ഡലത്തെ കാര്യം എഴുതി പറയുന്നത്, ഇത് ഭൗതികം. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. വായിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, പരിജ്ഞാനം, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവ് തന്ന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മർമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ഒത്തിരി നീണ്ടുപോയി. അത് അറിയണം, അറിവ്. Ephesians 1:16, the same 3 words you will see. 16, this is a prayer. ഇതാ പ്രാർത്ഥന. That the Father of glory may give you the spirit of wisdom and revelation in the knowledge of Him. Verse 18, that the eye of your understanding. 3 words. Spiritually also you should have. ആത്മീയത്തിലും ഈ 3 വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഒന്ന് വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്, നോളജ്. വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്, നോളജ്. ഈ 3 ആ കുടുംബജീവിതത്തിന്റെ ആധാരം, ആത്മീയ ജീവിതത്തിന്റെ ആധാരം. സ്പിരിച്വൽ ആൻഡ് നാച്ചുറൽ ലൈഫ്. സോ ബോത്ത് ഈസ് എഫക്റ്റീവ്. രണ്ടും എഫക്റ്റീവ്. എവിടെ? കുടുംബജീവിതത്തിൽ, ഭൗതിക മണ്ഡലത്തിൽ, എല്ലായിടത്തും. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കും മുമ്പേ എന്താണ് ഈ വിവാഹ ജീവിതം എന്ന് അറിയണം, അല്ലെങ്കിൽ കുടുംബജീവിതം എന്താണ്. അതുകൊണ്ട് അതിനകത്ത് കാത്തലിക് ചർച്ചസിൽ
പ്രീ മാരിറ്റൽ നല്ല കോഴ്സുകൾ നിർബന്ധമാക്കി. ഹെവൻലി ഫീസിലും ഉണ്ട് പ്രീ മാരിറ്റൽ. ചിലർക്ക് അത് വേണ്ട. അത് വേണ്ട എന്ന് പറയുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ഗോയിങ് ഇൻ ടു, സോ ദാറ്റ് യു ഗെറ്റ് ദ നോളജ്. എങ്ങനെയായിരിക്കണം ഒരു ഭാര്യയായിരിക്കും, എങ്ങനെയാണ് ഒരു ഭർത്താവാകേണ്ടത്, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കാര്യം എന്താ, ഇതാ എല്ലാത്തിന്റെ അടിസ്ഥാനം. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാനം കുടുംബജീവിതമാണ്. എ ബ്രോക്കൺ ഫാമിലി ഈസ് എ ലയബിലിറ്റി ടു ദ നേഷൻ. രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് പോലും അതൊരു അപകടം. ഈ കുടുംബ തകർച്ച കാരണം കോടിക്കണക്കിന് രൂപ, മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഒരു രാജ്യം സ്പെൻഡ് ചെയ്യുക ക്രിമിനൽസിനെ വേണ്ടി. ക്രൈം സ്റ്റാർട്ട്സ് ഫ്രം ദ ഫാമിലി ആൻഡ് ലവ് സ്റ്റോപ്സ് എവറിഥിങ്. ഇവിടെ ഈ 3 കാര്യങ്ങൾ ചുമ്മാ കണ്ണടച്ച് അന്ധമായി ആരോ ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ബാ പോരെ ചാടിപ്പോയി. കല്യാണം കഴിച്ചവർ പോകുന്നു, പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ചാടിപ്പോകുന്നു. അതിനെല്ലാം അൾട്ടീരിയർ മോട്ടീവ്സ് ഉണ്ട്. ദൈവം യോജിപ്പിച്ചതിനെ ആ വാക്യം ഒന്ന് വായിക്കാൻ പോവാം. മത്തായി സുവിശേഷം 19-ാം അധ്യായം 3-ാമത്തെ വാക്യം. യേശുവിന്റെ വാക്കുകൾ എന്താണെന്ന് കേട്ടോ. വിവാഹ ജീവിതത്തെക്കുറിച്ച് ഇതേ വാക്ക് ഇനി കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനത്തിനും കൂടെ ചെലവഴിക്കും. പരീശന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് ഏത് കാരണത്താലും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. മാത്യു ചാപ്റ്റർ 19:3. Is it lawful to divorce? അതിന് യേശു ആദിയിൽ സൃഷ്ടിച്ചവൻ, Matthew 19:4. And he answered, 3. Pharisees came to him, testing him and saying to him, Is it lawful for a man to divorce his wife for just any reason? Is it lawful to divorce? Now, Yeshu's marodi, Matthew chapter 19:4. This is the idea of Jesus, who created the family. സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി എന്നാ ഒന്നുകൂടെ വായിച്ച് ആണും പെണ്ണുമായി. ആണുമായിട്ടാണ് സൃഷ്ടിച്ചത്, പെണ്ണുമായിട്ട് സൃഷ്ടിച്ചില്ല. ആണും പെണ്ണുമായിട്ടാണ്. അപ്പൊ ഈ ആണും കല്യാണം കഴിക്കുന്നു, പെണ്ണും കല്യാണം കഴിക്കുന്നു. പക്ഷെ സൃഷ്ടിച്ചവൻ അങ്ങനെയല്ല സൃഷ്ടിച്ചത്. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ആണും പെണ്ണിനെയാ ദൈവം യോജിപ്പിച്ചത്. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ആണും പെണ്ണും കൂടെ ചേരുന്നത്. ഇതിന് ആരും എന്നോട് ദേഷ്യപ്പെടരുത്. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ സ്ത്രീയോട് പറ്റിച്ചേരും, അപ്പനെയും അമ്മയും വിട്ട്. ഇത് ഭൗമികമായ കുടുംബത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത് തന്നെയാ സഭയും. ഞാൻ അത് തെളിയിച്ച് കാണിക്കും. അപ്പം എന്തായിരിക്കും കുടുംബജീവിതം, എങ്ങനെ അത് നടത്തണം, അതിന്റെ പ്രായോഗികമായ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇത് വിവാഹം കഴിക്കാൻ പോകുന്നവർക്കും വിവാഹിതരായവർക്കും വിവാഹം കഴിഞ്ഞ് വേർപിരിഞ്ഞവർ തിരിച്ച് വരാനായി ദൈവമായി യോജിപ്പിച്ചത്. ഭാര്യയോട് പറ്റിച്ചേരും. ഇരുവരും ഒന്നാകും. വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല. അപ്പം അവരുടെ വിചാരങ്ങളും ഒന്നായിരിക്കണം, തീരുമാനങ്ങളും ഒന്നായിരിക്കണം. വിവിധ അഭിപ്രായങ്ങൾ വന്നേക്കാം, പക്ഷേ ഫൈനലി ഒറ്റ സൊല്യൂഷനിൽ കൊണ്ടുപോകണം. കുടുംബത്തിൽ 2 അഭിപ്രായത്തിൽ പോയാൽ കുഴപ്പമില്ല.